Today we are going to discuss about features of a good control system, control techniques and limitations of control. Features of a good control system. A good control system is the process of regulating organizational activities so that actual performance conforms to expected organizational standards. It ensures that necessary corrective action is taken to set things right. കൺട്രോളിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷനത്തെ ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്ത പോലെയാണോ നടക്കുന്നത് എന്ന് എൻഷുർ ചെയ്യുന്നൊരു പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ ഒരു ഓർഗനൈസേഷനത്തെ ആക്ടിവിറ്റീസ് റെഗുലേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ നല്ലൊരു കൺട്രോൾ സിസ്റ്റം വേണം. അതുപോലെ എന്തെങ്കിലും പ്രോബ്ലംസ്, എന്തെങ്കിലും ഡീവിയേഷൻസോ കറക്ഷൻസോ ഒക്കെ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് കറക്റ്റീവ് ആക്ഷൻ എടുക്കണമെങ്കിലും അവിടെ നല്ലൊരു കൺട്രോൾ സിസ്റ്റം വേണം. എങ്കിലാണ് ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. Effective control systems share several common characteristics. These characteristics are as follows. ഒരു ഗുഡ് കൺട്രോൾ സിസ്റ്റത്തിന് വേണ്ട ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഫോക്കസ് ഓൺ ഒബ്ജക്റ്റീവ്സ്. An effective control system does not deviate from the objectives. Any deviation will distract the attention of executives from the zone and goals of the organization. സോ ഒരു നല്ല കൺട്രോൾ സിസ്റ്റം ഒബ്ജക്റ്റീവിനെ ആയിരിക്കും ഫോക്കസ് ചെയ്യേണ്ടത്. ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് എന്താണോ അതിനെ ആസ്പദമാക്കിയിട്ട് വേണം ഒരു കൺട്രോൾ സിസ്റ്റം ഫോം ചെയ്യാൻ. എങ്കിലാണ് അതിലൂടെ ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഈ ഒബ്ജക്റ്റീവ് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ എക്സിക്യൂട്ടീവ്സിൻ്റെ അറ്റൻഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു കോൺസെൻട്രേഷൻ വേറെ എന്തിലേക്കെങ്കിലും മാറിപ്പോകും. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. Second one is acceptance by employees. The control system as well as the technique must have the sanction of members of the organization. Otherwise, these members will become skeptical about the intentions of the management. സോ ആ ഓർഗനൈസേഷനിൽ യൂസ് ചെയ്യുന്ന കൺട്രോൾ സിസ്റ്റവും അതുപോലെ തന്നെ ടെക്നിക്സും അവിടുത്തെ മെമ്പേഴ്സിൻ്റെ സാങ്ഷനിലൂടെ വേണം കൊണ്ടുവരാൻ. അല്ലെങ്കിൽ മെമ്പേഴ്സിന് ആ മാനേജ്മെൻറ്റിൽ ഒരു വിശ്വാസം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒരു കൺട്രോൾ സിസ്റ്റം എഫക്റ്റീവായിട്ട് അവിടെ വർക്ക് ചെയ്യണമെന്നില്ല. Third one is access to information. The control system must have an easy access to requisite information because information is the key to the functioning of the control system. If the access is denied, control function becomes accessed only for namesake. സോ കൺട്രോൾ സിസ്റ്റത്തിലൂടെ ഇൻഫർമേഷൻസ് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് പറ്റണം. അങ്ങനെ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ കൺട്രോൾ സിസ്റ്റം നല്ല എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അങ്ങനെ ഇൻഫർമേഷൻ കിട്ടുന്നില്ല, ഈസി ആക്സസ് ടു ഇൻഫർമേഷൻ ആ കൺട്രോൾ സിസ്റ്റത്തിന് ഇല്ലെങ്കിൽ ജസ്റ്റ് പേരിന് മാത്രം ആ കൺട്രോൾ സിസ്റ്റം ഓർഗനൈസേഷനിൽ ഉണ്ടെന്ന് പറയാനേ സാധിക്കുള്ളൂ. Fourth one is accuracy of information. The information so provided or collected must be correct and useful for the stated purpose. നമ്മൾ ഇൻഫർമേഷൻ കൺട്രോളിങ് പർപ്പസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. സോ അങ്ങനെ കളക്ട് ചെയ്ത ഇൻഫർമേഷൻ ആക്യുറേറ്റ് ആയിരിക്കണം, അത് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കണം. റോങ് ഇൻഫർമേഷൻസ് ആണെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ആക്ഷൻ എടുക്കുന്ന ടൈമിൽ അത് ഓർഗനൈസേഷനെ തന്നെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും. സോ കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു കൺട്രോൾ സിസ്റ്റം എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുള്ളൂ. നെക്സ്റ്റ്, കോംപ്രിഹെൻസിബിലിറ്റി. A good control system must be easy to understand by all concerned. This will enable the executive in charge of the control function to perform his task without hurdles. സോ ഈസി ആയിട്ട് എല്ലാവർക്കും തന്നെ ആ കൺട്രോൾ സിസ്റ്റം മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. എങ്കിൽ മാത്രമേ അതിനനുസരിച്ചിട്ട് അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ ആ കൺട്രോൾ ഫംഗ്ഷൻ്റെ ചാർജുള്ള അല്ലെങ്കിൽ ആ കൺട്രോൾ ചെയ്യേണ്ട ആൾക്കും നല്ല രീതിയിൽ പെർഫോം ചെയ്യണമെങ്കിൽ ഈസി ആയിട്ട് തന്നെ അയാൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. Next one, exercise at all levels. Control function is exercise at all levels of management, that is top level, middle level and operational level. ഒരു മാനേജ്മെൻറ്റിലെ എല്ലാ ലെവലിലും തന്നെ ഈ കൺട്രോൾ ഫംഗ്ഷൻ കൊണ്ടുവരാനായിട്ട് സാധിക്കണം. എങ്കിൽ മാത്രമേ കൃത്യമായിട്ട് എല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഓപ്പറേഷൻ ലെവൽ അല്ലെങ്കിൽ ലോവർ ലെവലിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് ഈ കൺട്രോൾ ഫംഗ്ഷൻ കൊണ്ടുവരുന്നതെങ്കിൽ മൊത്തത്തിൽ ഓർഗനൈസേഷനിൽ എഫക്റ്റീവ് കൺട്രോൾ സിസ്റ്റം ഉണ്ടെന്ന് പറയാനായിട്ട് സാധിക്കില്ല. സോ മാനേജ്മെൻറ്റിൻ്റെ എല്ലാ ലെവലിലും കൺട്രോൾ സിസ്റ്റം ഉണ്ടായിരിക്കണം. Next, forward looking. Control is a forward looking activity and not a past activity. Control initiates remedial measures to minimize the mistakes that had happened in the past. സോ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഒരു ഫോർവേഡ് ലുക്കിംഗ് ആക്ടിവിറ്റിയാണ്, ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. ഫ്യൂച്ചറിനെയാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. സോ കൺട്രോളിലൂടെ നമുക്ക് പാസ്റ്റിൽ സംഭവിച്ച മിസ്റ്റേക്സ് എല്ലാം ഒഴിവാക്കാനായിട്ട് സാധിക്കണം. ആ മിസ്റ്റേക്സിനെതിരെയുള്ള റെമഡിയൽ ആക്ഷൻ അല്ലെങ്കിൽ
കറക്റ്റീവ് ആക്ഷൻസ് നമുക്ക് കൺട്രോളിങ്ങിലൂടെ എടുക്കാൻ പറ്റണം. എങ്കിൽ മാത്രമേ നല്ലൊരു കൺട്രോൾ സിസ്റ്റം ഉണ്ടെന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ. നെക്സ്റ്റ് ഫീച്ചർ ഈസ് ഡൈനാമിക്. The control system should be flexible so that it can be adjusted to suit the needs of any change in future. ബിസിനസ്സിൽ ടൈം ടു ടൈം ധാരാളം ചേഞ്ചസ് ഉണ്ടാകും. സോ അങ്ങനെ ചേഞ്ചസ് ഉണ്ടാകുന്ന ടൈമിൽ ആ കൺട്രോൾ സിസ്റ്റം അതിനനുസരിച്ച് തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാവണം. എങ്കിൽ മാത്രമേ ബിസിനസ്സിൻ്റെ ചേഞ്ച് അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ നീഡ്സ് അനുസരിച്ചിട്ട് ഫ്യൂച്ചറിൽ കൺട്രോൾ സിസ്റ്റം ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് കൺട്രോൾ സിസ്റ്റം ഡൈനാമിക് ആയിരിക്കണം. ലാസ്റ്റ് ഫീച്ചർ ഈസ് എക്കണോമിക്കൽ. The benefit derived from the control system should be more than the cost involved in implementing it. സോ ഒരു കൺട്രോൾ സിസ്റ്റം ഒരു ഓർഗനൈസേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്, അത്യാവശ്യം കോസ്റ്റ് വേണ്ടി വരും. സോ ആ കോസ്റ്റിനെ മറികടക്കുന്ന രീതിയിൽ, ആ കോസ്റ്റിനെക്കാട്ടിലും ബെനിഫിറ്റ് ആ കൺട്രോൾ സിസ്റ്റത്തിലൂടെ ഓർഗനൈസേഷൻ ഉണ്ടാവണം. സോ ഒരു നല്ല കൺട്രോൾ സിസ്റ്റം എക്കണോമിക്കലായിരിക്കണം. നെക്സ്റ്റ് ടോപ്പിക് ഈസ് കൺട്രോൾ ടെക്നിക്സ് ഓർ കൺട്രോൾ ടൂൾസ്. The tools used by the management for carrying out the control function are broadly classified into two categories. നല്ല ഒരു കൺട്രോൾ ഫംഗ്ഷൻ ഒരു ഓർഗനൈസേഷനിൽ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ധാരാളം കൺട്രോൾ ടെക്നിക്സ് അല്ലെങ്കിൽ കൺട്രോൾ ടൂൾസ് യൂസ് ചെയ്യേണ്ടി വരും. പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ് അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്ന് ട്രഡീഷണൽ ടെക്നിക്സ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് മോഡേൺ ടെക്നിക്സ്. ഫസ്റ്റ് ട്രഡീഷണൽ ടെക്നിക്സിൻ്റെ അണ്ടറിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ട്രഡീഷണൽ ടെക്നിക്കാണ് പേഴ്സണൽ ഒബ്സർവേഷൻ. It is the observation of the actual performance of employees at the workplace. It is most effective, direct and oldest method. It helps the manager in taking corrective measures on the spot. സോ പേഴ്സണൽ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സുപ്പീരിയർ ഡയറക്റ്റ് ആയിട്ട് ഒരു എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് അയാളുടെ ജോലി സ്ഥലത്ത് നിന്ന് മെഷർ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. സോ അങ്ങനെ ഡയറക്റ്റായിട്ട് മെഷർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതൊരു എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ്. കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇതൊരു ഓൾഡസ്റ്റ് മെത്തേഡാണ്. കൺട്രോളിങ്ങിൽ ഉള്ളതിൽ വെച്ച് തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ് ഈ പേഴ്സണൽ ഒബ്സർവേഷൻ. അതുപോലെ ഈ പേഴ്സണൽ ഒബ്സർവേഷനിലൂടെ കറക്റ്റീവ് മെഷേഴ്സ് ആ ടൈമിൽ തന്നെ അയാൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഡയറക്റ്റായിട്ട് നമ്മൾ മെഷർ ചെയ്യുന്ന ടൈമിൽ അവരെന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും അതിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള കറക്റ്റീവ് മെഷേഴ്സ് എടുക്കാനും സാധിക്കും. Second one is reports. A major part of control consists of preparing reports to provide information to the top management for the purposes of control and planning. സോ ഓരോ ആക്ടിവിറ്റീസ് ഓർഗനൈസേഷൻ നടക്കുന്നതിന് ശേഷം അതിൻ്റെ റിപ്പോർട്ട് കൃത്യമായിട്ട് ടോപ്പ് മാനേജ്മെൻറ്റിന് കൊടുക്കുന്ന ടൈമിൽ അവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡീവിയേഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ അതിനെതിരെ കറക്റ്റീവായിട്ടുള്ള ആക്ഷൻ എടുക്കാനായിട്ട് സാധിക്കും. തേർഡ് വൺ ഈസ് ബ്രേക്ക് ഇവൻ അനാലിസിസ്. Break-even analysis is a study of the interrelationship between cost, volume and profits at various levels of activity. It is concerned with the ascertainment of break-even point, that is the point at which the total revenue equals the total cost. Break-even point is thus known as the no profit, no loss point. Every company tries to reach the break-even point as early as possible so that all further sales will result in profits. ബ്രേക്ക് ഇവൻ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ഇൻകർ ചെയ്യുന്ന കോസ്റ്റും അവരുടെ സെയിൽസ് വോളിയം അതുപോലെ തന്നെ ആ സെയിൽസിലൂടെ അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡിയാണ്. അതുപോലെ ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ബ്രേക്ക് ഇവൻ പോയിൻ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത്. ബ്രേക്ക് ഇവൻ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ റവന്യൂവും ടോട്ടൽ കോസ്റ്റും ഈക്വൽ ആവുന്ന പോയിൻ്റാണ്. അതായത് ഒരു കമ്പനിയുടെ വരുമാനവും ചിലവും ഈക്വൽ ആവുന്ന പോയിൻ്റ്. അപ്പോൾ അവിടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഇതിനെ നോ പ്രോഫിറ്റ് നോ ലോസ് പോയിൻ്റ് എന്നും കൂടെ പറയാറുണ്ട്. സോ എല്ലാ കമ്പനീസും ആ ബ്രേക്ക് ഇവൻ പോയിൻ്റ് എങ്കിലും അറ്റ്ലീസ്റ്റ് റീച്ച് ചെയ്യാനായിട്ട് നോക്കും. എങ്കിലാണ് അവർക്ക് ലോസ് ഇല്ലാത്തൊരവസ്ഥയിലെങ്കിലും എത്തുള്ളൂ. ലോസ് ആണെങ്കിൽ മിക്കവാറും കമ്പനി ക്ലോസ് ചെയ്യേണ്ടി വരും. സോ എല്ലാ കമ്പനിയുടെ ഒരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് ആ ബ്രേക്ക് ഇവൻ പോയിൻ്റ് എത്രയും പെട്ടെന്ന് തന്നെ റീച്ച് ചെയ്യാമെന്നാണ്. അതിനുശേഷം സെയിൽസ് നടന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം പ്രോഫിറ്റ് ആയിരിക്കും ഉണ്ടാക്കുക. സോ ആ ബ്രേക്ക് ഇവൻ പോയിൻ്റ് കണ്ടുപിടിക്കുന്നതിലൂടെ നല്ല രീതിയിൽ ഒരു ഓർഗനൈസേഷനിൽ കൺട്രോളിങ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. സോ അത്രയും സെയിൽസ് മിനിമം എൻഷ്യൂർ ചെയ്യുക എന്ന് പറഞ്ഞൊരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുക. എന്നിട്ട് ആ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ അങ്ങനെ ഒരു ബ്രേക്ക് ഇവൻ പോയിൻ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിലൂടെ നല്ലൊരു കൺട്രോളിങ് പ്രോസസ്സ് ഒരു ഓർഗനൈസേഷനിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഫോർത്ത് വൺ ഈസ് കോസ്റ്റ് കൺട്രോൾ. Cost control refers to control of all costs incurred in the manufacture of goods or rendering of services. It ensures that actual cost of production does not exceed the
Predetermined standards. It is a process of guiding and regulating cost. ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യുന്ന ഓർഗനൈസേഷൻ ആണെങ്കിലും സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഓർഗനൈസേഷനൊക്കെ ആണെങ്കിലും എന്തെങ്കിലും കോസ്റ്റ് ഇൻകർ ചെയ്യേണ്ടി വരും. അതായത് ചില എക്സ്പെൻസ് ഒക്കെ മീറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ മീറ്റ് ചെയ്യേണ്ട എക്സ്പെൻസ് അല്ലെങ്കിൽ ആ ഇൻകർ ചെയ്യുന്ന കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്നൊരു ടെക്നിക്കാണ് കോസ്റ്റ് കൺട്രോൾ. ഇതിന് വേണ്ടിയിട്ട് ആദ്യം എത്രയായിരിക്കും കോസ്റ്റ് എന്നൊരു പ്രീ ഡിറ്റർമൈൻഡ് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യും. എന്നിട്ട് ആക്ച്വൽ കോസ്റ്റുമായിട്ട് അത് കമ്പയർ ചെയ്യുന്നു. ദെൻ എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ കറക്റ്റീവായിട്ടുള്ള ആക്ഷൻസ് എടുക്കുന്നു. സോ കോസ്റ്റ് കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് റെഗുലേറ്റ് ചെയ്യുകയും ഗൈഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. കോസ്റ്റ് കൺട്രോൾ ഈസ് എക്സസൈസ്ഡ് ത്രൂ ദി ടെക്നിക്സ് ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ. സോ കോസ്റ്റ് കൺട്രോൾ 2 ടെക്നിക്സിലൂടെയാണ് പോസിബിൾ ആവുന്നത്. ഒന്ന് സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങും 2 ബഡ്ജറ്ററി കൺട്രോളും. First one is standard costing. It is a technique of cost control with the use of standard cost. It involves the establishment of standard cost, comparison of actual cost with the standard cost, analysis of deviations, and taking corrective action to control the factors leading to deviations. സോ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആക്ടിവിറ്റിയിൽ ഇൻകർ ചെയ്യേണ്ട കോസ്റ്റ് എത്രയാണ് അതിനൊരു സ്റ്റാൻഡേർഡ് ഓൾറെഡി ഫിക്സ് ചെയ്യും. എന്നിട്ട് ആക്ച്വലി ആ ആക്ടിവിറ്റി നടന്നപ്പോൾ എത്ര കോസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തു എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അത് രണ്ടും കൂടെ കമ്പയർ ചെയ്യും. എന്നിട്ട് എന്തെങ്കിലും ഡീവിയേഷൻസ് അല്ലെങ്കിൽ വേരിയേഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ കറക്റ്റീവ് ആക്ഷൻസ് എടുക്കും. ആ ഒരു ടെക്നിക്കിനെയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. Second one is budgetary control. Budgetary control is a technique of controlling the activities of an organization with the help of budgets. It involves the comparison of actual performance with the budgeted performance. Comparison reveals the reasons for variance to take corrective action to achieve the organizational objectives. ബഡ്ജറ്ററി കൺട്രോളിൽ ഒരു ഫിക്സഡ് പീരീഡിലേക്ക് ഒരു ഓർഗനൈസേഷൻ ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് ആ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ടോ എന്ന് എൻഷുർ ചെയ്യും. അങ്ങനെ നടക്കുന്നില്ലെങ്കിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ റീസൺസ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള കറക്റ്റീവ് ആക്ഷൻസ് എടുക്കും. ലാസ്റ്റ് ട്രഡീഷണൽ ടെക്നിക്കാണ് ഇൻവെൻറ്ററി കൺട്രോൾ ഓർ മെറ്റീരിയൽ കൺട്രോൾ. Inventory control mainly aims at reducing the cost of materials and thereby reducing the ultimate cost of production. An efficient material control system ensures adequate supply of materials and also reduces the cost of materials. Savings in material cost will lead to reduction in cost of production and improvement of profitability. Material control begins with the preparation of purchase orders and ends with effective utilization of materials. എല്ലാ ഓർഗനൈസേഷൻസിലും പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യണം. അങ്ങനെ പർച്ചേസ് ചെയ്യുന്ന മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഇൻവെൻറ്ററി കൺട്രോൾ ഓർ മെറ്റീരിയൽ കൺട്രോൾ. അങ്ങനെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നതിലൂടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കാനും അതുവഴി ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും സാധിക്കും. നല്ലൊരു മെറ്റീരിയൽ കൺട്രോൾ സിസ്റ്റം ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു സപ്ലൈ എൻഷുർ ചെയ്യാനും അതിലൂടെ സാധിക്കും. മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നത് മുതൽ നല്ല എഫക്റ്റീവായിട്ട് അത് ഉപയോഗിക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഈ മെറ്റീരിയൽ കൺട്രോൾ സിസ്റ്റത്തിൽ അടങ്ങിയിട്ടുണ്ട്. നെക്സ്റ്റ് മോഡേൺ ടെക്നിക്സ്. ഫസ്റ്റ് ടെക്നിക്കാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. These techniques provides the basic yardstick for measuring whether or not capital investment has been effectively utilized to get a reasonable amount of return. സോ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിൽ ആ ക്യാപിറ്റൽ ഇൻവെസ്റ്റേഴ്സിന് അവർ ഇൻവെസ്റ്റ് ചെയ്തതനുസരിച്ചിട്ട് റീസണബിൾ എമൗണ്ട് ഓഫ് റിട്ടേൺ കിട്ടുന്നുണ്ടോ എന്ന് എൻഷുർ ചെയ്യുന്നൊരു ടെക്നിക്കാണ്. അങ്ങനെ റീസണബിൾ എമൗണ്ട് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ളൊരു റിട്ടേൺ ഇൻവെസ്റ്റേഴ്സിന് കിട്ടുന്നുണ്ടെങ്കിൽ ഓർഗനൈസേഷൻ സ്മൂത്തായിട്ട് പോകുന്നുണ്ട് എന്നാണ് അർത്ഥം. ഇനിയിപ്പോൾ റിട്ടേൺ കുറവാണ്, അവർ എക്സ്പെക്റ്റ് ചെയ്ത അല്ലെങ്കിൽ ആ റീസണബിൾ എമൗണ്ട് ഓഫ് റിട്ടേൺ കിട്ടുന്നില്ല എങ്കിൽ എവിടെയാണ് പ്രോബ്ലം എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അത് കറക്റ്റ് ചെയ്യണം. Second one is ratio analysis. Ratio analysis is a simple technique used for analyzing and interpreting data contained in financial statements. This is done through computation of accounting ratios. A ratio is an arithmetic expression of relationship between two figures. സോ റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ഫിഗേഴ്സ് തമ്മിലുള്ളൊരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനാണ്. രണ്ട് ഫിഗേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ആ റേഷ്യോയിലൂടെ സൂചിപ്പിക്കുന്നത്. നമ്മുടെ അക്കൗണ്ടിങ്ങിലുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലൊക്കെ ഉള്ള വേരിയസ് ഫിഗേഴ്സ് തമ്മിലുള്ളൊരു റേഷ്യോ അനലൈസ് ചെയ്യുകയും അതിലൂടെ അത് ഇൻ്റർപ്രറ്റ് ചെയ്യുകയും ചെയ്യുന്നൊരു ടെക്നിക്കാണ് റേഷ്യോ അനാലിസിസ്. അങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന റേഷ്യോസിനെയാണ് അക്കൗണ്ടിങ് റേഷ്യോസ് എന്ന് വിളിക്കുന്നത്.
സോ അതിലൂടെ 2 ടേംസ് അല്ലെങ്കിൽ 2 ഫിഗേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഏതെങ്കിലും ഒന്നിന് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് അതിലാവശ്യമായിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും. റേഷ്യോ അനാലിസിസിൽ യൂസ് ചെയ്യുന്ന വേരിയസ് റേഷ്യോസ് ആണ് ലിക്വിഡിറ്റി റേഷ്യോസ്, സോൾവൻസി റേഷ്യോസ്, പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് എക്സെട്ര. Third one is responsibility accounting. It is a system of accounting in which different sections or departments or divisions in an organization are taken as responsibility center. The person in charge of a center is responsible for achieving the target fixed. സോ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷനിലത്തെ ഡിഫറെൻറ്റ് സെക്ഷൻസ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് അല്ലെങ്കിൽ ഡിവിഷൻസ് എല്ലാം ഓരോ റെസ്പോൺസിബിലിറ്റി സെൻറ്റർ ആയിട്ട് ട്രീറ്റ് ചെയ്യും. എന്നിട്ട് ഒരു പേഴ്സൺ അതിൻ്റെ ഇൻചാർജ് ആയിട്ട് വെക്കും. സോ ആ ഒരു റെസ്പോൺസിബിലിറ്റി സെൻറ്ററിൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അയാളായിരിക്കും അതിന് റെസ്പോൺസിബിൾ. സോ ഇങ്ങനെ ഒരു ഓർഗനൈസേഷൻ മൊത്തത്തിൽ റെസ്പോൺസിബിലിറ്റി സെൻറ്റർ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് കൺട്രോൾ ചെയ്യുന്നൊരു ടെക്നിക്കാണ് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്. നെക്സ്റ്റ് വൺ ഈസ് മാനേജ്മെൻറ്റ് ഓഡിറ്റ്. The success of any organization depends on the quality and efficiency of its management. Therefore, it is necessary to evaluate the efficiency of management to ascertain whether the performance of management is according to expected lines. ഒരു മാനേജ്മെൻറ്റിന് ധാരാളം ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഫങ്ഷൻസ് ഒരു ഓർഗനൈസേഷന് ചെയ്യാനുണ്ട്. ലൈക്ക് പ്ലാനിങ്, ഓർഗനൈസിങ്, കോർഡിനേറ്റിംഗ്, ഡിസിഷൻ മേക്കിംഗ്, കൺട്രോൾ, അങ്ങനെയുള്ള ഫങ്ഷൻസ് എല്ലാം കൃത്യമായിട്ട് എക്സ്പെക്റ്റ് ചെയ്ത രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ഒരു ഓഡിറ്ററിൻ്റെ സഹായത്തോടെ ടൈം ടു ടൈം ആ ഓർഗനൈസേഷൻ്റെ മാനേജ്മെൻറ്റ് കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യണം. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലാണ് ആ ഒരു മാനേജ്മെൻറ്റിൻ്റെ വീക്ക്നെസ് ഒക്കെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനും അത് കറക്റ്റ് ചെയ്യാനൊക്കെ സാധിക്കുള്ളൂ. സോ അങ്ങനെയുള്ളൊരു മാനേജ്മെൻറ്റിൻ്റെ പെർഫോമൻസ് നല്ല രീതിയിൽ ഇവാലുവേറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ്. നെക്സ്റ്റ്, മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം. It is an organized method by which managers at all levels in the organization are presented with the needed information in the right form and at the right time so that they are in a position to perform their task well. സോ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷനിലുള്ള ഇൻഫർമേഷൻസ് കൺട്രോൾ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. മാനേജേഴ്സ് വേരിയസ് ഇൻഫർമേഷൻസിനെ ആസ്പദമാക്കിയിട്ടായിരിക്കും അവർ ഡിസിഷൻസ് എടുക്കുന്നത്. സോ അവർക്ക് നല്ല എഡ്യൂക്കേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് റൈറ്റ് ടൈമിൽ എൻഷുർ ചെയ്താൽ മാത്രമേ റൈറ്റ് ഡിസിഷൻസ് എടുക്കാനായിട്ട് അവർക്ക് സാധിക്കുള്ളൂ. സോ അങ്ങനെ റൈറ്റ് ഇൻഫർമേഷൻസ് റൈറ്റ് ഫോമിൽ റൈറ്റ് ടൈമിൽ അവർക്ക് മാനേജർക്ക് എത്തിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ എൻഷുർ ചെയ്യുന്ന ഒരു കൺട്രോളിങ് ടെക്നിക്കാണ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം. നെക്സ്റ്റ്, പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്, PERT. PERT is used as a controlling tool. As a control tool, PERT helps the management to closely watch the entire performance of a project and to find out deviations if any. It expresses a list of all the necessary events and activities and their relationships with one another. It helps in making better use of time in completing a project. PERT എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊജക്റ്റിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു ടൂളാണ്. ഇതിൽ ഒരു പ്രൊജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇവൻസും ആക്ടിവിറ്റീസും ഏതാണെന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് കൃത്യമായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യും. അതിനുശേഷം ആ ഒരു പ്രൊജക്റ്റിൻ്റെ പെർഫോമൻസ് കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു ടെക്നിക്കിലൂടെ പെട്ടെന്ന് തന്നെ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ലാസ്റ്റ് വൺ ഈസ് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്. Like PERT, CPM2 is primarily oriented towards achieving better managerial control of time spent in completing a project. Under this, a project is decomposed into activities and then all activities are integrated in a highly logical sequence to find out the shortest time required to complete the entire project. PERT പോലെ തന്നെ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ട ടൈം കൺട്രോൾ ചെയ്യുന്നൊരു ടെക്നിക്കാണ് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്. ഇതിൽ പ്രൊജക്റ്റ് ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ആക്ടിവിറ്റീസ് എല്ലാം ഒരു ലോജിക്കൽ സീക്വൻസിൽ ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്യും. എന്നിട്ട് അതിലൂടെ ഏറ്റവും ഷോർട്ടസ്റ്റ് ടൈം എത്രയാണെന്ന് കൃത്യമായിട്ട് കണ്ടുപിടിക്കും. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ലിമിറ്റേഷൻസ് ഓഫ് കൺട്രോൾ. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു സെറ്റ് റാഷണൽ സ്റ്റാൻഡേർഡ്സ് ഓഫ് കൺട്രോൾ. നമ്മൾ കൺട്രോളിങ് പ്രോസസ്സിൽ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ട് അതുമായിട്ടാണ് ആക്ച്വൽ പെർഫോമൻസ് കമ്പയർ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുമ്പോൾ അത് റാഷണൽ ആവണമെന്നില്ല, നമ്മൾ യുക്തിപൂർവമായിട്ട് ചെയ്യണമെന്നില്ല. ചിലപ്പോൾ ജസ്റ്റ് ഒരു പേരിനൊരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തു എന്ന് വരാം. അങ്ങനെ വരുമ്പോൾ അത് മൊത്തത്തിൽ ആ കൺട്രോളിങ് പ്രോസസ്സിനെ അഫക്റ്റ് ചെയ്യും. സെക്കൻഡ് വൺ, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഫിക്സ് റെസ്പോൺസിബിലിറ്റി ഫോർ ഡീവിയേഷൻസ് ഓൺ സ്പെസിഫിക് ഇൻഡിവിജ്വൽസ്.
എന്തെങ്കിലും മിസ്റ്റേക്സ് സംഭവിച്ച സമയത്ത് ഒരാൾക്ക് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി കൃത്യമായിട്ട് അസൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റില്ല. അങ്ങനെ മറ്റൊരാളുടെ ഒരു മിസ്റ്റേക്സിലുണ്ടാവുന്ന കാര്യങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഒരാളും ഏറ്റെടുക്കുകയില്ല. തേർഡ് വൺ, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ലൈക്ക് ഗവൺമെൻറ് പോളിസി, സോഷ്യൽ ചേഞ്ചസ് എക്സെട്ര ആർ ബിയോണ്ട് ദി പ്രിവ്യൂ ഓഫ് കൺട്രോൾ. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. ഒരു ഓർഗനൈസേഷന് ഗവൺമെൻറ് പോളിസിയും സോഷ്യൽ ചേഞ്ചസും ഒക്കെ നല്ലോണം അഫക്റ്റ് ചെയ്യും. അതൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ മാനേജ്മെൻറ്റിന് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഫോർത്ത് വൺ ഈസ് കൺട്രോളിങ് ഈസ് ആൻ എക്സ്പെൻസീവ് പ്രോസസ്സ്. കൺട്രോളിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് സ്മോൾ ഫേംസിനൊന്നും ഒരിക്കലും ഇത് അഫോർഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ലാസ്റ്റ് വൺ, എംപ്ലോയീസ് മേ ഡിസ്ലൈക്ക് ആൻഡ് റെസിസ്റ്റ് ദി കൺട്രോളിങ് മെക്കാനിസം. എംപ്ലോയീസിന് ഈ കൺട്രോളിങ് മെക്കാനിസം ഇഷ്ടപ്പെടാതെ വരും. കാരണം അവർക്കൊരു ഫ്രീഡം കിട്ടുന്നില്ല എന്നൊരു തോന്നൽ ചിലപ്പോൾ ഉണ്ടാക്കും. അങ്ങനെയാണെങ്കിൽ അവർ ഈ മെക്കാനിസത്തിനോട് റെസിസ്റ്റ് ചെയ്ത് നിൽക്കാനായിട്ട് നോക്കും.